ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഡേറ്റ്സ് പിക്കിളാണ്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ കുറച്ച് കുരു കളഞ്ഞ ഡേറ്റ്സ് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, വറ്റൽമുളക്, ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള വാളംപുളി, പിന്നെ ഒരു 3 ശർക്കര. ഇത് മെൽറ്റ് ചെയ്ത് നമ്മൾ മാറ്റി വെക്കണം. ഇനി നമുക്ക് ഇതുണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ നമ്മളൊരു പാൻ വെച്ചിട്ട് ഇതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണയോ നല്ലെണ്ണയോ ചേർത്ത് കൊടുക്കുക. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് കടുകിട്ട് പൊട്ടിക്കാം. കടുക് ഒന്ന് പൊട്ടി തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് മാറ്റി വെച്ചിരിക്കുന്ന വറ്റൽമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളക് എന്നിവ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റാം. എന്നിട്ട് നമുക്കിതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത ശേഷം നമുക്ക് ഈ എണ്ണയൊന്ന് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉലുവ വറുത്ത് പൊടിച്ച് വെച്ചത്, പിന്നെ ഒരു നുള്ള് കായപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം. ഇതൊന്നും കരിയാതെ സൂക്ഷിക്കണം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് മെല്ലെ ഫ്ലെയിം ഒന്ന് ഓണാക്കാം. ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. പൊടികളുടെ പച്ചമണം മാറിയ ശേഷം നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന ഡേറ്റ്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുവരെ നമ്മൾ ഇതിലേക്ക് ഉപ്പൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യമുള്ള ഉപ്പൊന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന പുളി ഒന്ന് പിഴിഞ്ഞ് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. പുളിവെള്ളം ഒഴിച്ച ശേഷം നമുക്ക് ഇത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരു 2-3 സെക്കൻഡ് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി അതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒരു 2 മിനിറ്റ് വേവിക്കേണ്ടതുണ്ട്. 2 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മളുടെ ഡേറ്റ്സൊക്കെ നല്ല സോഫ്റ്റായി നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഒന്ന് മീഡിയത്തിലേക്ക് വെച്ച് ഇത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ശർക്കര വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ 2 സ്പൂണ് വിനാഗിരിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇത് ഒരു 5 മിനിറ്റ് നേരം നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ച് അടച്ച് വെച്ച് കുക്ക് ചെയ്യണം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇത് നമുക്ക് നന്നായി തിക്കായിട്ട് കിട്ടും. അതുവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മളുടെ ഡേറ്റ്സ് നന്നായി കുറുകിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണിത്. അപ്പോൾ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.